എനിക്ക് ആദ്യം പിറന്നത് ഒരു ആൺകൊച്ചായിരുന്നെങ്കിൽ അച്ഛനത് ഇടയ്ക്കൊക്കെ പറയുമ്പോഴൊക്കെ നെഞ്ചിൽ ആണി തറച്ച പോലെ തോന്നാറുണ്ടെനിക്ക്. ഒരു ആണായി പിറന്നെങ്കിൽ എന്ന് ആശിച്ചു പോയ നിമിഷങ്ങൾ ഒരുപാട് ഉണ്ടായിട്ടുണ്ട് ഈ ജീവിതത്തിൽ. മൂന്നു മക്കളിൽ ആദ്യത്തെ രണ്ടെണ്ണം പെൺകുഞ്ഞുങ്ങളായപ്പോൾ മൂന്നാമത് ഉരുളി കമഴ്ത്തിയുണ്ടായത് ആൺകൊച്ചായപ്പോൾ അച്ഛൻ ഇടയ്ക്കിടയ്ക്ക് പറയാറുണ്ട്, കുട്ടൻ പിറന്ന ദിവസമാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സന്തോഷിച്ചിട്ടുള്ള ദിവസമെന്ന്. ഇന്നേ വരെ ഒരു പക്ഷാപാതത്തോടു കൂടി അച്ഛ ഞങ്ങളോട് പെരുമാറിയിട്ടില്ല എന്നത് സത്യം തന്നെയാണ്. പക്ഷേ എപ്പോഴൊക്കെയോ എന്നെക്കാളും അച്ചുവിനേക്കാളും സ്നേഹം അച്ഛയ്ക്ക് അവനോടാണെന്ന് തോന്നിയിട്ടുണ്ട് എനിക്ക്. ഉള്ളിൽ അസൂയയോടെയും കുശുമ്പോടെയും അവനെ നോക്കിക്കാണാറുണ്ടെങ്കിലും കുഞ്ഞേച്ചി എന്നുള്ള അവന്റെ വിളിയിൽ ചേർത്ത് പിടിച്ച് അവരെക്കാൾ അധികം സ്നേഹിച്ചിട്ടേ ഉള്ളൂ അവന് ഞാൻ. പെണ്ണെന്ന ഒരൊറ്റ കാരണം കൊണ്ട് വിലക്കപ്പെട്ട സാഹിത്യത്തെക്കുറിച്ച് ഓർക്കുമ്പോഴൊക്കെ എന്തെന്നില്ലാത്ത ദേഷ്യം നുരഞ്ഞു പൊന്താറുണ്ട് ഉള്ളിൽ. ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ആണായിട്ട് ജീവിക്കാൻ കഴിഞ്ഞിരുന്നെങ്കിൽ എന്ന ഏതൊരു പെണ്ണിലും ഉടൽ പൊന്താറുള്ള ആ ആഗ്രഹത്തെ കണ്ണുപൂട്ടി ഞാൻ എൻ്റെ കള്ളക്കണ്ണനോട് പറയാറുള്ളപ്പോഴൊക്കെ ആ പുല്ലാൻകുഴലിൽ ചേർത്ത ചോരച്ചുണ്ടിൽ വിടർന്ന പുഞ്ചിരിയിൽ നിന്നെനിക്ക് ഉത്തരം കിട്ടാറുണ്ട്. പെണ്ണായി പിറന്നെങ്കിൽ പെണ്ണായി തന്നെ മരിക്കണം. ഉദരത്തിലെ അന്ധകാരത്തിൽ നിന്നും നാളെയുടെ പ്രതീക്ഷയുടെ വെളിച്ചത്തിലേക്ക് നിന്നെ പെറ്റിട്ടതും ഒരു പെണ്ണ് തന്നെയാണെന്ന ആ ഉത്തരം. 4 വർഷത്തെ നഴ്സിംഗ് പഠനത്തിന് പുറത്തേക്ക് എന്നെ വിടുമ്പോൾ കടത്തിന്മേൽ കടവുമായി അച്ഛ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ എൻ്റെ ഉള്ളൊന്ന് പിടഞ്ഞിരുന്നു. വീട്ടിലെ കഷ്ടപ്പാടോർത്ത് പഠിപ്പ് അവസാനിപ്പിച്ച് എന്തേലും ചെറിയ ജോലി ചെയ്ത് അച്ഛയ്ക്കൊരു കൈത്താങ്ങായാലോ എന്ന് ചിന്തിച്ചപ്പോഴും ഞാൻ മനസ്സിൽ ആഗ്രഹിച്ചിരുന്നു, ഒരാണായി ജനിച്ചിരുന്നെങ്കിൽ അല്ലറ ചില്ലറ ജോലിയൊക്കെ ചെയ്ത് സ്വന്തം വിദ്യാഭ്യാസത്തിനുള്ള ചെലവെങ്കിലും കണ്ടെത്താമായിരുന്നു എന്ന്. ആർക്കു മുൻപിലും കൈനീട്ടാത്ത എൻ്റെ അച്ഛ കടം വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് ഞങ്ങൾ 3 പേരുടെയും പഠിപ്പിന്റെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമാണ്. ഒരു നഴ്സ് ആവുക എന്നത് എന്റെയും ജീവിതാഭിലാഷമായിരുന്നു. വേദനയും കഷ്ടപ്പാടും അനുഭവിക്കുന്നവരുടെ, രോഗികളുടെ കണ്ണീരൊപ്പുന്നത് പുണ്യമാണെന്ന് വിശ്വസിക്കുന്നത് കൊണ്ട് തന്നെയാണ് ഞാൻ ഈ പാത സ്വീകരിച്ചത്. പഠിപ്പ് തുടങ്ങുന്ന കാലഘട്ടത്തിൽ ഒരുപാട് അറപ്പും വെറുപ്പും തോന്നിയിരുന്നു ഹോസ്പിറ്റലിന്റെ ആ നാൾച്ചൂരിന്റെ ഉൾച്ചൂടിനോട്. കഷ്ടതകൾ പിന്നീട് കഷ്ടപ്പാടല്ലാതെ മാറിയത് അതൊരു ശീലമാക്കിയത് കൊണ്ടും ആ പ്രൊഫഷനോടുള്ള കടുത്ത ഇഷ്ടം കൊണ്ടും മാത്രമാണ്. പഠനം കഴിഞ്ഞ് ജോലിക്ക് കയറുമ്പോൾ ശമ്പളത്തേക്കാൾ ഉപരി ഡിസ്ചാർജ് ചെയ്ത് പോകുമ്പോൾ രോഗിയുടെ ചുണ്ടിൽ വിരിയുന്ന ആ പുഞ്ചിരി ഉണ്ടല്ലോ, അത് കാണുമ്പോഴൊക്കെ ഉൾനെഞ്ചിനകത്തൊരു തണുപ്പാണ്. എൻ്റെ 22ാം വയസ്സിൽ അമ്മായി നിലയ്ക്കും വിലയ്ക്കും ചേർന്നൊരു ബന്ധം വിവാഹ ആലോചനയുമായി വീട്ടിലേക്ക് വന്നപ്പോൾ മറുവാക്കൊന്നും പറയാതെ അവർ വന്ന് കണ്ടോട്ടെ എന്ന് അച്ഛ അത് പറയുമ്പോൾ ആ സഭയിൽ തല ഉയർത്തിക്കൊണ്ട് ഇടയിൽ കയർത്തിട്ട് ഞാൻ പറഞ്ഞു, എനിക്കിപ്പോൾ വിവാഹം വേണ്ട, സമയമാകുമ്പോൾ ഞാനത് അറിയിക്കാമെന്ന്. എൻ്റെ തീരുമാനത്തിന് മുൻപിൽ അച്ഛയുടെ തല കുമ്പിട്ട് നിന്നപ്പോഴും എനിക്ക് ഉറപ്പുണ്ടായിരുന്നു ആ മനസ്സും ആഗ്രഹിച്ചത് അത് തന്നെയാണ് എന്ന്. മുഖത്തടിച്ചോണം മൂത്ത മോളുടെ അഹങ്കാരത്തെ അടച്ചാക്ഷേപിച്ചുകൊണ്ട് അമ്മായി ആ പടി ഇറങ്ങി പോകുമ്പോഴും മനസ്സിലാകെ കുമ്പാരം കൂടി നിന്ന ബാധ്യതകളും എൻ്റെ അച്ചുവിൻ്റെയും കുട്ടപ്പൻ്റെയും തുടർ പഠനവും മാത്രമായിരുന്നു. അന്ന് രാത്രി അച്ഛ എന്നെ ഒറ്റയ്ക്ക് വിളിച്ചിട്ട് ചോദ്യം ചോദിച്ചു, ഇപ്പോൾ വിവാഹത്തിന് സമ്മതിക്കാത്തത് വീട്ടിലെ അവസ്ഥകളെക്കുറിച്ച് ഓർത്താണോ എന്ന്. അച്ഛയ്ക്ക് ജീവൻ ഉള്ളിടത്തോളം കാലം എൻ്റെ മക്കൾക്ക് ഒരു കുറവും വരാതെ അച്ഛൻ നോക്കുമെന്ന് എൻ്റെ മുഖത്ത് നോക്കിയപ്പോൾ പറയുമ്പോഴും ആ കവിള് ഒരല്പം നനഞ്ഞിരുന്നു. ആ ചോദ്യത്തിന് ഉത്തരമായത് എൻ്റെ കൺപോളകളിൽ തടം കെട്ടിയ ഒരു തുള്ളി കണ്ണുനീർ മാത്രമായിരുന്നു. ആ നെഞ്ചിലെ വെള്ളരോഗങ്ങളിൽ കാതുവെച്ച് ഞാൻ ഒന്നേ പറഞ്ഞുള്ളൂ, എൻ്റെ സ്വപ്നങ്ങൾക്ക് പൂർണ്ണതയില്ലാതെ ഞാൻ എങ്ങനെ പുതിയൊരു ജീവിതത്തിലേക്ക് കടക്കും അച്ഛേ എന്ന്. ജോലിക്കാരിയായ ആ പെൺകുട്ടിയുടെ ജീവിതത്തെ അവർ മുതലെടുക്കുകയാണ് എന്ന നാട്ടുകാരുടെ ആക്ഷേപത്തെ ഒരു ചെവിയിലൂടെ കേട്ടിട്ട് മറു ചെവിയിലൂടെ പറത്തിക്കളയുകയായിരുന്നു. അച്ഛയും അമ്മയും പിന്നീട് എന്നെ വിവാഹത്തിന് വേണ്ടി നിർബന്ധിച്ചില്ലെന്ന് മാത്രമല്ല, എൻ്റെ ജീവിതത്തെ എൻ്റെ ഇഷ്ടത്തിന് വിട്ടുതരികയായിരുന്നു അവർ. ഈ വയസ്സാം കാലത്തും കുടുംബത്തിന് വേണ്ടി വിയർപ്പൊഴുക്കുന്ന അച്ഛയെയും ഔഷധിയിൽ നിന്നും തുച്ഛമായ വേതനത്തിന് ജോലി ചെയ്ത് വീട്ടുകാര്യങ്ങൾ നോക്കി നടത്തുന്ന അമ്മയെയും മറന്ന് സ്വന്തം കാര്യം നോക്കിയ പടിയിറങ്ങിപ്പോകാൻ എനിക്ക് എങ്ങനെ സാധിക്കും? +2 കഴിഞ്ഞ് എനിക്കും നഴ്സിംഗിന് പോകണമെന്ന് പറഞ്ഞ എൻ്റെ അച്ചൂട്ടിയെ അക്ഷരം പ്രതി എതിർത്തത് ആ കഷ്ടതയുടെ തീവ്രത എത്രത്തോളം ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാവുന്നത് കൊണ്ട് തന്നെയാണ്. കുഞ്ഞേച്ചിക്ക് കഷ്ടപ്പെട്ടാൽ എനിക്കെന്തേ ആയിക്കൂടെ? മാത്രമല്ല എനിക്കും ഇഷ്ടം നഴ്സ് ആകാൻ തന്നെയാണ് ആഗ്രഹം എന്നവൾ എന്നോട് ഉള്ളു തുറന്ന് പറഞ്ഞപ്പോൾ സന്തോഷത്തെക്കാളേറെ അഭിമാനമാണ് എനിക്ക് തോന്നിയത്. എൻ്റെ ആഗ്രഹങ്ങളെക്കാളും എൻ്റെ വികാരങ്ങളെക്കാളും കൂടുതൽ പ്രാധാന്യം നൽകിയത് എൻ്റെ കുടുംബത്തിന് വേണ്ടിയാണ്. ഡബിൾ ഡ്യൂട്ടി ചെയ്തും ചിലവുകൾ ചുരുക്കിയും മിച്ചം പിടിച്ച് ലോണടവും കടങ്ങളും തീർത്തപ്പോൾ വർഷം 4 വേണ്ടി വന്നു.
അച്ചുവിൻ്റെ പഠനം കഴിഞ്ഞപ്പോൾ തന്നെ മുക്കാൽ ഭാഗവും ചെയ്തു തീർത്ത പോലെയാണ് എനിക്ക് തോന്നിയത്. ജോലിക്ക് ജോയിൻ ചെയ്യാനായി അച്ചുവിനെ ഡൽഹിയിലേക്ക് വണ്ടി കയറ്റാൻ പോണ അന്നത്തെ ആ ദിവസം അവൾ എന്നോട് ചോദിച്ചു, കുഞ്ഞേച്ചി, ചേച്ചിയുടെ ഈ ചുവന്ന ചുരിദാർ ഞാൻ ഡൽഹിക്ക് കൊണ്ടുപോകട്ടെ എന്ന്. എന്തിനാ എന്നുള്ള എൻ്റെ ചോദ്യത്തിന് ആ ചുവപ്പ് ചുരിദാറിന് കുഞ്ഞേച്ചിയുടെ മണമുണ്ട്, അതിൻ്റെ ഒപ്പമുണ്ടെങ്കിൽ ചേച്ചി ഒപ്പമുണ്ടെന്ന ധൈര്യമാണ് എനിക്ക് എന്ന് കണ്ണീരോടെ ആ തുണിയെ നെഞ്ചോട് ചേർത്തവളത് പറഞ്ഞപ്പോൾ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ആ കവിളിലൊന്ന് പിച്ചുക മാത്രമാണ് ഞാനും ചെയ്തത്. അവളെ യാത്രയാക്കി വീട്ടിൽ തിരിച്ചെത്തിയപ്പോൾ ഇന്ന് ജോലി ഉണ്ടെന്നും പറഞ്ഞ് ആ തൂമ്പയും എടുത്ത് അച്ഛ പുറത്തേക്ക് ഇറങ്ങി നടന്നപ്പോൾ കയ്യിൽ നിന്നും ആ തൂമ്പ വാങ്ങിച്ചിട്ട് ഞാൻ അച്ഛയോട് പറഞ്ഞു, അച്ഛ ഇനി പുറംപണിക്ക് പോകണ്ട, ബോറടി മാറ്റാനാണെങ്കിൽ നമ്മുടെ പറമ്പിൽ 4 കണ്ണൻ വാഴയും 2 തടം കപ്പയും ചേമ്പും ഒക്കെ നട്ടാൽ മതി എന്ന്. അത് കേട്ടപ്പോൾ തന്നെ ആ മുഖത്തൊരു പുഞ്ചിരി വിടരുന്നുണ്ടായിരുന്നു. ആ മെലിഞ്ഞ കരങ്ങളാൽ എൻ്റെ മൂർധാവിൽ അച്ഛ തലോടിയപ്പോൾ എന്തെന്നില്ലാത്തൊരു അനുഭൂതി തോന്നി എനിക്ക്. ഇനിയെങ്കിലും നിനക്ക് സ്വന്തമായൊരു ജീവിതത്തെക്കുറിച്ച് ചിന്തിച്ചൂടെ എന്നുള്ള അച്ഛയുടെ ചോദ്യത്തിന് കുട്ടൻ ഇപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുകയല്ലേ, അവൻ 2 കാലിൽ നിൽക്കുന്ന അന്ന് ഞാനതിന് തയ്യാറാകും, അപ്പോഴേ എൻ്റെ സ്വപ്നങ്ങൾക്ക് പൂർണ്ണതയുണ്ടാകൂ എന്ന മുഖത്ത് നോക്കി പറയുമ്പോൾ എൻ്റെ വയസ്സ് 26 എന്നുള്ളത് എനിക്ക് വെറുമൊരു നമ്പർ മാത്രമായിട്ടാണ് എനിക്ക് തോന്നിയത്. അച്ഛയുടെ കടം വീട്ടാൻ എൻ്റെ മോളിങ്ങനെ കഷ്ടപ്പെടുന്നത് കാണുമ്പോൾ അച്ഛയ്ക്ക് സങ്കടം സഹിക്കാൻ പറ്റാറില്ല മോളെ എന്ന് അച്ഛ എന്നോട് പറഞ്ഞപ്പോൾ അച്ഛയുടെ 2 കൈകളും കൂട്ടിപ്പിടിച്ചുകൊണ്ട് ഞാൻ ഇത്ര മാത്രമേ പറഞ്ഞുള്ളൂ, ഇത് കടം വീട്ടിലല്ലല്ലോ അച്ഛ, കടമയല്ലേ, ഒരു മൂത്ത മകളുടെ കടമ. ഇന്ന് ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ കൂടി ഒന്ന് ഫോളോ ചെയ്യാൻ മറക്കല്ലേ.